പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. നിങ്ങളുടെ പലായനം ശീതകാലത്തോ ശാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം വന്നുണ്ടാകും. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ബാറക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 15-ാം ദിവസം വചനത്തിലൂടെ ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിന്റെ ആഗമനം മിന്നൽ പിണർ പോലെയായിരിക്കും. അവൻ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. അതിനാൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം. അവൻ വരുന്നത് വരെ ആരും നമ്മെ വഴിതെറ്റിക്കരുത്. ക്രിസ്തു അവിടെയും ഇവിടെയും ഉണ്ടെന്ന് പറഞ്ഞ് പലരും വരും. അതൊക്കെ വ്യാജന്മാരായിരിക്കും. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തിരിച്ചറിയണം. ദൈവനാമത്തിൽ പലരും മനുഷ്യരെ വഴിതെറ്റിക്കാൻ വരുമെന്ന്. അതിനാൽ ജീവിതത്തിൽ ജാഗ്രതയോടെ ജീവിക്കണം. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ സമയത്ത് ക്രിസ്തുവിന്റെ ആഗമനം മിന്നൽ പിണർ പോലെ ആയിരിക്കുമെന്ന് നമ്മൾ കേട്ടല്ലോ. അതിനാൽ നമ്മൾ കൂടുതൽ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.